ഇതിനാ ജോൺ സാറെ പൊക്ക കൊടുക്കാൻ പറഞ്ഞു. Incoming call from Radha Nambiyan, home nurse identified by Truecaller. തിരിച്ചു വിളിക്കാം. മഹേഷ് ജസ്റ്റ് നോക്കി കല്ല കല്ല കുറച്ചല്ലേ ഒറ്റ
വീട്ടിൽ ഏത് വീട്? അതാ അങ്ങ് അത് തന്നെ. ഫ്രണ്ട് അങ്ങോട്ട് നേരെ കയറ്റി തിരിക്കാം. ഫ്രണ്ട് അങ്ങോട്ട് കയറ്റി തിരിക്കാം. അല്ല സാർ പോട്ടെ എന്നിട്ട് ബാക്ക് എടുത്താൽ മതി അല്ലേ? രാവിലെ പോയി ഇഞ്ചക്ഷൻ വെച്ച് സാറേ, സാറിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ സാറിന് സന്തോഷമായിരുന്നോ? എങ്ങനെയായിരുന്നു ഔദ്യോഗിക ജീവിതം? തീർച്ചയായിട്ടും സന്തോഷം തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫയർ ആൻഡ് റെസ്ക്യൂ എന്ന് പറയുന്നത് ജീവൻ രക്ഷാപ്രവർത്തനമാണ്. അതെ, ഞാനൊരു ഫയർമാനായിട്ട് സർവീസിൽ ചേർന്ന ആളാണ്. ഇപ്പോൾ 28 വർഷം 6 മാസമായി. 29 വർഷം. 29 വർഷം. ഞാനിപ്പോൾ സ്റ്റേഷൻ ഓഫീസറായിട്ടാണ് റിട്ടയർഡ് ചെയ്യുന്നത്. പക്ഷേ ഒരു ഫയർമാൻ എന്ന് പറയുമ്പോൾ ഒരു ജീവൻ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരാളായിരിക്കുമ്പോൾ അതിൻ്റേതായ സന്തോഷം. നമ്മളിപ്പോൾ ഏത് ജീവിയായാലും, പൂച്ച മുതൽ മറ്റേത് ജീവി മുതൽ മനുഷ്യനെ വരെ നമ്മൾ രക്ഷാപ്രവർത്തനമാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ജീവിയെ രക്ഷിക്കുമ്പോഴുള്ള സന്തോഷം എനിക്ക് എന്തായാലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയുള്ള റിട്ടയർമെൻറ്റ് ജീവിതത്തിൽ സാറിൻ്റെ അടുത്ത പ്ലാൻ എന്താണ്? പ്ലാൻ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. അല്ല, കൃഷിയാണോ കാര്യങ്ങളാണോ ഇനി? അല്ല, ബിസിനസ്
എൻ്റെ അച്ഛൻ ഒരു കൂലിപ്പണിക്കാരനെ പിന്നീട് കൃഷിക്കാരനായി. അപ്പോൾ അച്ഛൻ്റെ ആ ഒരു പാത പിന്തുടർന്ന് വരുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കൃഷി എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ നമുക്ക് അത്രയും സ്ഥലമൊന്നുമില്ല, എന്നിരുന്നാലും ഞാൻ ടൈം പാസിന് വേണ്ടിയിട്ട് ഒരു ചെറിയ മോഡലിൽ കൃഷി ചെയ്ത് വരുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായം അത് പോരാ. സാർ ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ ഇത്രയും കാലം 8 വർഷക്കാലം സ്റ്റേഷൻ ഓഫീസറായിട്ടിരുന്ന ആളാണ്. അപ്പോൾ ആ നിലയ്ക്ക് നമ്മുടെ പൊതു സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ട് നല്ലതായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാറിനെ കൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സേവനം തന്നെയാണ്. ജീവിതം എന്ന് പറഞ്ഞ സേവനം തന്നെയാണ്. അപ്പോൾ അത് ഏത് രീതിയിൽ വേണമെങ്കിലും മാറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ പൊതുപ്രവർത്തനത്തിലാണെങ്കിൽ ആ ഒരു സാഹചര്യം നോക്കിയിട്ട് എനിക്ക് നിർബന്ധിച്ചിപ്പോൾ എനിക്ക് അങ്ങനെ പറയാനൊന്നും പറ്റില്ല. എന്നിരുന്നാലും ഞാൻ ഇപ്പോൾ പൊതുജനങ്ങളായിട്ട് അവരുമായിട്ട് ഇടപെട്ട് തന്നെയാണ് ഇതുവരെ സർവീസ് ജീവിതമായാലും പുലർത്തി വന്നത്. അപ്പോൾ ഇനിയായാലും ആ രീതിയിൽ തന്നെയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ സാറിനെ ഒരു തേനീച്ച കുത്തിയ ഒരു ചെറിയൊരു നീര് ദേഹത്തുണ്ട്, വേദനയുണ്ടല്ലേ? അതിന് വേദനയൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. കണ്ണിനൊരു ചെറിയ വീക്കവും കാര്യങ്ങളൊക്കെ ഡോക്ടറെ കാണിച്ചായിരുന്നു അല്ലേ? അല്ലേ, കാണിക്കുക. അതിൻ്റെ അകത്ത് ഇല്ല, അതൊക്കെ എടുത്ത് കളഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ തേനീച്ച കൂടുതലുള്ളതാണ്. അതെ അല്ലേ? അതെ ആണ്. അപ്പോൾ നല്ല തേന് നമുക്ക് കഴിക്കാൻ കഴിയുന്നുണ്ട്. ഇല്ല, നമ്മൾ സ്വന്തം ആവശ്യത്തിനുള്ള ആവശ്യത്തിന് കഴിക്കാൻ കഴിയും. എല്ലാം സ്വന്തമായിട്ടുള്ള വേണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കൃഷിയായാലും എന്തായാലും നമ്മൾ സ്വന്തം ഒരു ദിവസം ഒരു കറിയെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് പറമ്പിലുള്ള ഒരു കറിയെങ്കിലും ഓക്കെ 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 എന്നുള്ളൊരു ചിന്താഗതിക്കാണ്. അതാണ്. അപ്പം നമ്മുടെ ആരോഗ്യം എൻ്റെ ഫാദറൊക്കെ ജീവിച്ചത് 100 വയസ്സ് വരെയാണ്. ഒരു രോഗം ഉണ്ടായിട്ടില്ല. ഞാൻ ആശുപത്രിയിൽ പോയി കണ്ടിട്ടില്ല. അതൊക്കെ നമ്മുടെ പറമ്പിലുണ്ടാകുന്ന കൃഷികൾ. അതെ, ആരോഗ്യം തന്നെയാണ് നമ്മുടെ സമ്പത്തെന്ന് കാണുന്ന ഒരാളാണ്. എന്തായാലും ഓക്കെ സാർ, ഒരുപാട് നന്ദി. ഓക്കെ.